ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ബിടെക് കോളേജ് സെലക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ നോക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയ അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ക്രൈറ്റീരിയസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് NIRF റാങ്കിങ് ഉള്ള കോളേജാണോ ഇല്ലയോ നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് ചോദിക്കാം എന്താണ് NIRF റാങ്കിങ്, എങ്ങനെ നോക്കാം എന്നുള്ളത്. ഇപ്പോൾ NIRF റാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ കോളേജസും ഈ NIRF റാങ്കിങ് അതായത് ഒരു ഗവൺമെൻറ് ഓതറൈസ്ഡ് ബോഡിയാണ്. അപ്പോൾ അത് എല്ലാ കോളേജസും, അതായത് ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും മെഡിക്കൽ കോളേജ് ആയാലും ഫാർമസി കോളേജ് ആയാലും ഡിഗ്രി കോളേജ് ആയാലും എല്ലാത്തിനും NIRF റാങ്കിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ NIRF റാങ്കിങ്ങിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിനിസ്ട്രി കൊടുക്കുന്ന ഒരു റാങ്കിങ് ആണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആ വർഷത്തെ ലേറ്റസ്റ്റ് NIRF റാങ്കിങ് നമുക്ക് കിട്ടും. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് വരുന്ന റാങ്കിങ്സ് മിക്കവാറും IITs ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് NITs ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടും നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല കോളേജുകളൊക്കെ അതിൽ ഉൾപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ NIRF റാങ്കിങ് എത്രയാണ് ആ കോളേജിൻ്റെ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി NIRF റാങ്കിങ് എങ്ങനെയാണ് 6 months കൂടുമ്പോഴാണോ അതോ 1 year കൂടുമ്പോഴാണോ അത് വരുന്നത് എന്നുള്ളതും കൂടി ചോദിക്കാം. ഓക്കെ, അത് 1 year കൂടുമ്പോഴാണ് NIRF റാങ്കിങ് വരുന്നത്. ഒരു അക്കാഡമിക് ഇയറിന് മുന്നേ ആയിട്ടാണ് വരുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് NIRF റാങ്കിങ് അവർ എത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത കൊല്ലമാണ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ കൊല്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇനി ഒന്നാമത്തെ പോയിന്റ് അതായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് AICT അപ്രൂവൽ ഉള്ള കോളേജാണോ എന്നുള്ളതാണ്. അപ്പോൾ അതും അല്ലുവിനടുത്ത് ചോദിക്കാം, എന്താണ് AICT സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രൂവൽ എന്ന് പറയുന്നത്. AICT എന്ന് പറയുന്നതും ഒരു ടെക്നിക്കൽ ഒരു ബോഡിയാണ്. അതായത് ഇപ്പം ഒരു കോളേജ്, അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു കൗൺസിലാണത്. അപ്പോൾ അതിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും AICT അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മളിപ്പം ഏത് കോളേജിൽ പോയാലും അവരുടെ ബോർഡിലാണെങ്കിലും അല്ലെങ്കിൽ ബസ്സിൽ നോക്കിയാലും ആ കോളേജിന്റെ നേരെ താഴെ AICT അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. പിന്നെ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് NBA ആണ്. അപ്പോൾ എന്താണ് NBA അല്ലെങ്കിൽ അതിൻ്റെ അക്രഡിഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് ചോദിക്കാം. NBA അക്രഡിഷൻ എന്ന് പറയുന്നത് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിഷൻ എന്നാണ് പറയുന്നത്. അതും ഇതേപോലെ തന്നെ കുറേ കോളേജസിന്റെ ഫാക്ടേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ നോക്കിയിട്ട് വരുന്ന ഒരു അംഗീകാരമാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇതിന് വേണ്ടി അംഗീകാരം വാങ്ങിക്കേണ്ടത്. അല്ലാതെ ഇപ്പം നമ്മൾ AICT എന്ന് പറയുന്ന കോളേജ് മുഴുവനായിട്ടുള്ള അപ്രൂവലാണ് വരുന്നത്. പക്ഷേങ്കിൽ NBA അക്രഡിഷൻ എന്ന് പറയുന്നത് ആ ഒരു കോളേജിന്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള 5 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിന് NBA അക്രഡിഷൻ ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് മെക്കാനിക്കലിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ അവര് അതിനെ NBA അക്രഡിഷൻ ആ ഒരു ഇതുണ്ടെന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ എടുക്കുന്നത് അപ്പൊ അതിന് ആ NBA അക്രഡിഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ശരിക്കും നമുക്ക് കോളേജിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് അത്രയും ധാരണ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് ഇതെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞോളെ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ അടുത്ത് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനും അവരതിന് ആൻസർ കൃത്യമായിട്ട് തരികയും ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന പോലെയൊക്കെ പറഞ്ഞ് നിങ്ങൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി അവർ പെട്ടെന്ന് നോക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുപാടുള്ളതുകൊണ്ട് അതെ, അവർക്ക് കിട്ടുന്നില്ല. കാരണം ആളുകളെല്ലാം +2 കഴിയുമ്പോൾ തന്നെ പലരും പുറത്തു പോകണം. അപ്പോൾ ഇവർക്ക് സീറ്റ്സ് ഫിൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അക്രഡിഷൻ അല്ലെങ്കിൽ ഇതെല്ലാം പോകുന്നതുകൊണ്ട് തന്നെ അവരെങ്ങനെയെങ്കിലും അഡ്മിഷൻസ് എത്തിക്കാൻ വേണ്ടി അവർ പഠിച്ച പണി 18 അവർ നോക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ആധികാരികമായിട്ട് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് നമ്മളെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഒരു ഫ്രോഡ് കാണിക്കാനോ പറ്റാതിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിയാതുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റും, ഈ സംഭവം ഈ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണുള്ളത്, ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ ഇനി അധികം വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് NAC അക്രഡിഷൻ ആണ്. ഇതേപോലെ തന്നെ വേറൊരു അതോറിറ്റിയാണ് NAC അക്രഡിഷൻ നമുക്ക് തരുന്നത്. അപ്പം അതും ഓരോ കോളേജിന്റെ വെച്ചിട്ട് ഗ്രേഡ് നമ്മൾ നോക്കുക. അപ്പം A++ ഉണ്ട്, A+ ഗ്രേഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കോളേജസിന് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു അക്രഡിഷനും കൂടെ നോക്കുക. അപ്പം ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന കോളേജുകളുടെ. അല്ല, ഇനി കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. അതായത് ഒരു കോളേജ് നിങ്ങൾ മാക്സിമം ഒരു ഓട്ടോണമസ് കോളേജസ് ഒക്കെ തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ഓട്ടോണമസ് കോളേജിന് ആ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഓട്ടോണമസ് ആക്കി കൊടുക്കണം എന്ന് കണ്ടെന്നുണ്ടെങ്കിൽ അവർ ആക്ച്വലി കുറച്ച് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അക്കാഡമിക് എക്സലൻസ് ഒക്കെ പ്രൂവ് ചെയ്താൽ മാത്രമാണ് ഓട്ടോണമസ് കോളേജായിട്ട് അവർക്ക് അത് അപ്രൂവൽ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള കോളേജസ് എപ്പോഴും നിങ്ങൾ കുറച്ചും കൂടി ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് കരിയറിൽ നല്ലതായിരിക്കും. ബിക്കോസ് ആ കോളേജിൽ ഈ പറയുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എക്സലൻസ് ഉണ്ട് എന്ന് ഒരു ഷുവർട്ടി ഉണ്ട്. അത് ആധികാരികമായിട്ട് അംഗീകരിച്ചേക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓട്ടോണമസ് കോളേജസ് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കാം. ഇനി വല്ല പോയിന്റ് ഉണ്ടോ?
ഇനി ഒരു പോയിന്റ് എന്ന് പറയുന്നത് കമ്പനി അക്രഡിറ്റഡ് കോളേജസ് നോക്കാം. അതായത് ഇപ്പം ഈ കമ്പനീസ് കോളേജുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് കമ്പനീസിൻ്റെ ഫാക്ടറീസ് ആളുകളൊക്കെ അവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്സ് നടത്തുന്നുണ്ട്, ഇപ്പം അല്ലെങ്കിൽ പല കോമ്പറ്റീഷൻസ് ഇങ്ങനെ അവർ ഓർഗനൈസ് ചെയ്തിട്ട് കോളേജുകളിൽ നടത്തുന്ന കുറേ കോളേജസ് ഉണ്ട്. അപ്പം അങ്ങനെ അത് നോക്കുക. അതിപ്പോൾ TCSൻ്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത് ചെയ്യുന്ന കോളേജസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ കോളേജസിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇവർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പ്ലേസ്മെന്റ്സ് എന്തായാലും അവരുടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കുന്നത് വളരെ നല്ലതാണ്. അതെ, ചെറിയ ചെറിയ കമ്പനീസിലൊക്കെ നമ്മൾ പ്ലേസ്മെന്റ്സ് കൊടുക്കുന്നതിന് പകരം നല്ല നല്ല കമ്പനീസ് ആയിട്ട് അവർക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കരിയറിലേക്ക് മുമ്പോട്ട് പോകാനും ആ കോളേജ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് അവർക്കൊരു ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇത്ര പിള്ളേർ ഇവിടെ നിന്ന് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ മുമ്പോട്ട് പോകാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കോളേജൊക്കെ ചൂസ് ചെയ്യാൻ നോക്കുന്നത് എപ്പോഴും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹാക്സ് ആണ്, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾ കുറച്ചും കൂടി ഞങ്ങൾ ടിപ്സ് അല്ലെങ്കിൽ ഹാക്സ് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, ഐ മീൻ സ്പെഷ്യലി ഇപ്പോൾ ഇത് എല്ലാവരും കണ്ടിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോ ആണ്, കാരണം നിങ്ങൾക്ക് അത്ര ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബാക്കി പോയിന്റ്സും കൂടി നിങ്ങൾ കേൾക്കാനായിട്ട് നോക്കാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ടോ എന്ന് ഈ കോളേജിൽ ഒന്ന് നോക്കുക. അപ്പോൾ എന്താണ് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് നമുക്ക് ചോദിക്കാം. സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇത് എടുക്കുവാണെങ്കിൽ ഇപ്പം AI എന്ന് പറയുന്നത് ഭയങ്കര ബൂമിംഗ് ആയിട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ പല വിധ ജനറേറ്റീവ് AI അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ സെൻറ്റർ ഓഫ് എക്സലൻസ് AI-ലാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റോബോട്ടിക്സ് കുറേ നാളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് നമ്മളുടെ സിലബസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷേ ആ സിലബസിന് പുറമേ ആയിട്ട് കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾക്ക് തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ച് പ്രൊജക്ട്സ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നത് സെൻറ്റർ ഓഫ് എക്സലൻസ് വഴിയാണ്. അപ്പം നിങ്ങൾ അവിടെ ആ കോളേജിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നോളജ് ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തായാലും ആ ഒരു ഇതിൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ടോ എന്ന് ഇപ്പോഴും അന്വേഷിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ഉള്ള കോളേജാണോ നോക്കുക. അപ്പോൾ അതെന്താണ് സംഭവം? ഇപ്പോൾ ഇൻഡസ്ട്രി കൊളാബറേഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസ്, അതായത് ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് നമ്മളുടെ കോളേജുകളിൽ വന്നിട്ട് നമ്മളെ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള അവിടെ യൂസ് ചെയ്യുന്ന ആ ടെക്നോളജിയൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കോളേജുകളാണോ നോക്കുക. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഒക്കെ നല്ലോണം നടത്തുന്ന കോളേജുകളാണ്. അതായത് നമുക്കിപ്പോൾ സിലബസിൽ ഇൻഡസ്ട്രി വിസിറ്റ് കമ്പൽസറി ആണ്, പക്ഷേ ചില കോളേജുകൾ അതിലും കൂടുതലായിട്ട് അവരുമായിട്ടൊക്കെ നല്ല കൊളാബറേഷനൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലോണം നിങ്ങൾക്ക് അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ നേരിട്ട് പഠിക്കാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുന്ന കോളേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതുമൊക്കെ അന്വേഷിച്ചിട്ട് ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉള്ള കോളേജുകളിൽ പോയി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു ഹാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന കോളേജിലൊക്കെ എന്തൊക്കെ വന്നാലും 90% അവിടെ വരുന്ന പ്ലേസ്മെൻറ്റ്സിന് വരുന്നതും IT കമ്പനീസ് ആയിരിക്കും. നിങ്ങൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചാലും അവസാനം നിങ്ങൾ അവിടെ തന്നെ വന്നു ചേരും, പല കാരണങ്ങൾ കൊണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഹാക്കത്തോൺസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന കോളേജസ് ആണോ നോക്കുക. ഹാക്കത്തോൺ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമലിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇവൻറ്റ്സ് ആണ്. അതായത് ഇങ്ങനെ ഒരു മത്സരം വെച്ചിട്ട് ഈ കോമ്പറ്റീഷനിൽ ആര് ജയിക്കും, ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ സ്കില്ല് ഐഡിയ കൊണ്ടുവരുന്ന ആരാണ്, അത് ലൈവ് ആക്കി കാണിക്കാൻ പറ്റുന്ന ആരാണ്, അങ്ങനെ കുറച്ച് ഇവൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുക ചെയ്യാം, അങ്ങനെ പല രീതിയിലായിരിക്കും. അതൊരു കോളേജിൻ്റെ ഇതിന് ബേസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഹാക്കത്തോൺസ് അറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന കോളേജാണ് അവർ കൃത്യമായിട്ട് എല്ലാ വർഷവും ചെയ്യുന്ന കോളേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് കാണിക്കാനും ആ വൺസ് നിങ്ങളത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ അടുത്ത, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ പുറത്തൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഹാക്കത്തോണൊക്കെ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ആയിരിക്കും അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഹാക്കത്തോൺസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന കോളേജാണോ നോക്കുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത ഒരു പോയിന്റ് അതാണ്. പിന്നെ നോക്കേണ്ടതെന്ന് പറയുന്നത് പ്ലേസ്മെന്റ്സ് നോക്കുക. അപ്പോൾ നമ്മൾ പ്ലേസ്മെന്റ്സ് ഇപ്പം ചേട്ടാ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കോളേജസിൽ കൂടുതലും വരുന്നത് IT കമ്പനീസിൻ്റെ പ്ലേസ്മെന്റ്സ് ആണ്. അത് ആണെങ്കിൽ നല്ല പാക്കേജായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല നോക്കേണ്ടത്, കോർ പ്ലേസ്മെന്റ്സ് എത്രയാണ് വരുന്നത്. അതായത് CS-നെ സംബന്ധിച്ച് IT കമ്പനീസ് ആണ് അവരുടെ കോർ പ്ലേസ്മെന്റ് വരുന്നത്. പക്ഷേ ഇലക്ട്രോണിക്സിന് IT അല്ല വരുന്നത്, മെക്കാനിക്കലിന് IT കമ്പനീസ് അല്ല, സിവിലിന് IT കമ്പനീസ് അല്ല വരുന്നത്. അപ്പം ആ ഒരു ബ്രാഞ്ചസിന് അവരുടേതായുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന കോർ പ്ലേസ്മെന്റ്സ് എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളൊരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക, നിങ്ങൾക്കും അതിനുള്ള പ്ലേസ്മെന്റ് പോസിബിലിറ്റി എത്രയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പ്ലേസ്മെന്റ്സ് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്ലേസ്മെന്റ് പാക്കേജും നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഉള്ള കമ്പനീസൊക്കെ ഒരു ഓൺ ആൻ ആവറേജ് നിങ്ങൾക്ക് 3 to 4 LPA ആയിരിക്കും തരുന്നത്. അപ്പോൾ ഈ 6 LPA വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ഡ്രീം പാക്കേജ് എന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ 12 LPAക്ക് മേളിൽ വരുവാണെങ്കിൽ സൂപ്പർ ഡ്രീം പാക്കേജ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും സൂപ്പർ ഡ്രീം പ്ലേസ്മെന്റ്, മറ്റേത് ഡ്രീം പ്ലേസ്മെന്റ്. അപ്പം ഇതിൽ എത്ര ഡ്രീം പ്ലേസ്മെന്റ്സ് അതുപോലെ തന്നെ സൂപ്പർ ഡ്രീം പ്ലേസ്മെന്റ്സ് ആ കോളേജിൽ നടന്നിട്ടുണ്ട്, അതായത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ അക്കാഡമിക് ഇയറിലൊക്കെ 2-3 അക്കാഡമിക് ഇയേഴ്സിൽ മേ ബി ചിലപ്പോൾ ലാസ്റ്റ് ഇയർ വന്നിട്ടില്ല, ഇപ്പോൾ ഒരു സെഷൻ ഉണ്ടായതുകൊണ്ട് ലാസ്റ്റ് ഇയർ വന്നില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ അത് സത്യമായിരിക്കാം, നിങ്ങൾക്ക് തിരക്കാം. പക്ഷേ ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 3-4 ഇയേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ നോക്കാനായിട്ട്. അതായത് അവിടെ അങ്ങനത്തെ കമ്പനീസ് വന്നിട്ടുണ്ടോ, എത്രയാണ് മാക്സിമം കിട്ടിയേക്കുന്നത്, അതോ അത് വൺസിൻ്റെ ബ്ലൂ മൂൺ പോലെ വല്ല 10 വർഷത്തിൽ ഒരിക്കൽ ഒരാൾക്ക് മാത്രം കിട്ടി എന്ന് പറയുന്ന പോലത്തെ സംഭവമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആ പ്ലേസ്മെന്റ് അവർ കിട്ടിയത് അവരുടെ ക്യാമ്പസിൽ തന്നെ വന്നിട്ടാണോ എന്നും കൂടെ നോക്കണം. കാരണം കോളേജസ് മൾട്ടിപ്പിൾ വേറെ കോളേജുകളിൽ കൊണ്ടുപോയിട്ട് പ്ലേസ്മെന്റ് എടുക്കുന്നുണ്ട്, ഓഫ് ക്യാമ്പസ് ഇത് വരാറുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയല്ല, ആ ക്യാമ്പസിൽ തന്നെ വന്നിട്ടാണ് പ്ലേസ്മെന്റ് കിട്ടിയെന്നുള്ളതും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതെ. ഇനി അടുത്തൊരു ടെക്നിക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഹാക്ക് എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ സ്ട്രെങ്ത്, അതായത് അവിടുത്തെ ലെക്ചേഴ്സിൻ്റെ സ്ട്രെങ്ത് എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് അഡിക്വേറ്റ് ആയിട്ട് അവർക്ക് സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ ക്ലാസ്സിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണക്കായിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും, നമ്മളെല്ലാം ലൈഫിൽ അങ്ങനെ പലപ്പോഴും പല സ്റ്റേജിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്, പക്ഷേ ആരും വരുന്നില്ല, ജോയിൻ ചെയ്യുന്നില്ല. അപ്പം ആ കോളേജ് അത്രയും പ്രിഫർ ചെയ്യാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഫാക്കൽറ്റീസ് പോലും വരാത്തത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കോളേജിലൊക്കെ ഇപ്പോൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പാടായിരിക്കും. പിന്നെ അതുപോലെ കണ്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെക്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എപ്പോഴും നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം പലപ്പോഴും ചില കോളേജിൽ അധികം പ്രിഫർ ചെയ്യാത്ത കോളേജിലൊക്കെ കണ്ടേക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ബിടെക് പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന ആളെ തന്നെ അവിടെ ലെക്ചറായിട്ട് വെക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിൽ നിന്നുള്ള ആളെ പിടിച്ച് ലെക്ചറായിട്ട് വെക്കും. ബിക്കോസ് അവർക്ക് വേക്കൻസി ഉണ്ട്, ആൾ വരുന്നില്ല. അപ്പോൾ എപ്പോഴും MTech ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ബെറ്റർ എപ്പോഴും ഞാൻ പറയുന്ന കേസ് എന്ന് പറയുന്നത് PhD ഒക്കെ ചെയ്തേക്കുന്ന, പേപ്പർ പ്രസൻറ്റേഷനൊക്കെ ചെയ്തേക്കുന്ന ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നതാണ്. കാരണം അവർക്ക് ടെക്സ്റ്റ് ബുക്ക് നോളജ് മാത്രമല്ല, അവർക്ക് ഇൻഡസ്ട്രി നോളജ് കൂടുതലായിരിക്കും. അവർ റിസർച്ച് ചെയ്ത് അവരുടെ സ്കിൽസ് അവർ പ്രൂവ് ചെയ്തേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാകുമ്പം അങ്ങനെയുള്ള ആളുകളുടെ നിന്ന് കേൾക്കുന്നത് എപ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. 10ാം ക്ലാസ് ജസ്റ്റ് പാസ് ഔട്ട് ആയ ഒരാളെ നിങ്ങളെ പഠിപ്പിക്കുന്നതും 10ാം ക്ലാസ് കുറേ വർഷങ്ങളായിട്ട് പഠിപ്പിച്ച് അതിനകത്തൊരു PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉള്ള ഒരു സാറാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ എത്ര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവർക്ക് അറിയുന്ന സ്കിൽ അല്ലെങ്കിൽ നോളജ് ലെവൽ കൂടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെയുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇത്ര ക്വാളിഫിക്കേഷനുള്ള ടീച്ചേഴ്സ് ആണോ അവിടെ പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയുമ്പോൾ. ഇനി അടുത്ത ടെക്നിക്ക് ഏതാണ്? അടുത്തെന്ന് പറയുന്നത് കോളേജുകളുടെ റിസൾട്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാവരും എപ്പോഴും ഭയങ്കരമായിട്ട് പറയും സപ്ലി ഉണ്ടാകുന്നത്, എനിക്ക് ഇത്ര സപ്ലി ഉണ്ട് അതെന്നാണ്. അത് അത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മൾ ഫുൾ പാസ്സായിട്ട് തന്നെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കോളേജുകളിലെ റിസൾട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കണം. അതായത് ഇപ്പം ഈ പ്രാവശ്യത്തെ KTU റിസൾട്ട് വരുമ്പോൾ കോളേജ് ഭയങ്കര ഹൈ ആയിട്ട് റിസൾട്ടിൽ വരുന്നുണ്ട്, പക്ഷേ എങ്കിൽ അടുത്ത തവണ വരുമ്പോഴത്തേക്ക് നേരെ താഴത്തോട്ട് പോകുന്ന അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ എപ്പോഴും ഒരു ആവറേജ് റിസൾട്ട്സ് നല്ലതായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എത്ര കുട്ടികൾ എഴുതിയിട്ടാണ് ഇത്ര കുട്ടികൾ പാസ്സായി എന്നുള്ളതും കൂടെ നോക്കണം. കാരണം ഇപ്പം ഒരു 20 കുട്ടികൾ എഴുതിയിട്ട് 18 പേര് പാസ്സായി എന്ന് പറയുന്നത് 60 കുട്ടികൾ എഴുതിയിട്ട് 40 പേര് പാസ്സാവുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതെ, കാരണം പെർസെൻറ്റേജ് നോക്കുമ്പോഴും കാര്യങ്ങൾക്ക് നമ്പേഴ്സ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് ഡിഫറൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നോക്കുന്നതല്ലായിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ ഫീസും. ചില കോളേജ് ഫീസ് ഭയങ്കര കൂടുതലായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ ആ ഫീസിനുള്ള ടാലി ആയിട്ട് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അക്കാഡമിക് എക്സലൻസ് ഒന്നും അവർ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും ഏറ്റവും ഫീസ് മേടിക്കുന്ന കോളേജാണ് നമ്പർ 1 അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ഉണ്ട്. അത് തെറ്റാണ്. അതൊരിക്കലും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എപ്പോഴും നോക്കേണ്ട അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്താണോ എക്സലൻസ് ഉള്ളത്, ഇത്ര കാര്യങ്ങൾ കിട്ടുന്ന കോളേജാണ്. അപ്പോൾ അതിന് ടാലി ആയിട്ട് വരുന്ന ഫീസാണോ അവർ മേടിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കണം. ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരേപോലെ എഴുതി വേണം ഒരു 2-3 കോളേജസ് പ്രിഫർ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് ഏതാണ്? ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം ലാബ് എന്തായാലും നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം എഞ്ചിനീയറിംഗ് ലാബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ലാബ് ഫെസിലിറ്റീസ് എന്തായാലും നോക്കിയിട്ട് മാത്രമേ ആ കോളേജിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിവിലിനെയൊക്കെ സംബന്ധിച്ചിട്ട് ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും ചിലപ്പം എല്ലായിടത്തും അത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അത് എല്ലാ കോളേജിലും ഉണ്ടാവണം എന്നില്ല. അത് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങൾ അതെന്തായാലും അന്വേഷിച്ചത്, അതായത് അവിടെ പഠിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ കുട്ടികളോട് തിരക്കിയാലാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവുക. ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ശരി. അടുത്ത ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഹാക്ക് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ഫോറിൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കാനോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ തരുന്ന കോളേജാണോ നോക്കുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എടുത്ത് ചോദിക്കാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ ഇപ്പം എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള, അതായത് നമ്മളെ ടെക്നോളജി എന്ന് പറയുന്നത് ജർമ്മൻ അല്ലെങ്കിൽ കൊറിയൻ, ഫ്രഞ്ച്,
ജാപ്പനീസ്, ഇതൊക്കെയാണ് ടെക്നോളജി വൈസിൽ ഭയങ്കര മുന്നിൽ നിൽക്കുന്ന കൺട്രീസ്. അവരുടെ ടെക്നോളജിയാണ് നമ്മളെല്ലാവരും തന്നെ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെയൊക്കെ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ആണ് നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ. അപ്പം നമ്മൾ ആ ഭാഷകൾ പഠിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അവിടെ പോയി ജോലി ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. കാരണം അവരെല്ലാം ഇംഗ്ലീഷിനേക്കാളും അവരുടെ ലാംഗ്വേജിന് പ്രിഫറൻസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയ നമുക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി തരുന്ന കോളേജസ് ആണോ നോക്കി. ഇപ്പോൾ ഒരുപാട് കോളേജസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അതെ, അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴത്തെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD ഒക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന ലാംഗ്വേജ് അറിയുന്ന ആളുകളെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഫ്രഞ്ച് അറിയുന്ന ആൾക്കാരാണ്, ഇംഗ്ലീഷ് പ്ലസ് ഫ്രഞ്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും. ഒരു 10 പേര് അല്ലെങ്കിൽ 20 പേരെ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അതുപോലെ ജർമ്മൻ അറിയുന്ന ആളുകൾ, അങ്ങനെ ഓരോ ലാംഗ്വേജിലും ചൈനീസ് വരെ ഇപ്പം അറിയോ എന്നുള്ള രീതിയിലൊക്കെ JD വരുന്ന കുറേ ജോബ്സ് ഞാൻ തന്നെ പേഴ്സണലി കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ലാംഗ്വേജ് കൂടുതൽ പഠിക്കുക എന്നുള്ള നല്ല കാര്യമാണ്. അത് നിങ്ങൾക്ക് അതേ കോളേജ് പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമല്ല. നിങ്ങൾ അവിടെ തന്നെ പഠിക്കുക, നിങ്ങൾ ആ പഠിക്കുന്ന ഏജിൻ്റെ ഒപ്പം പഠിച്ചു പോകുമ്പോൾ അത് കുറേ കൂടി ഈസി ആയിരിക്കും, അതൊരു ബർഡൻ ആയിട്ട് നമുക്ക് തോന്നില്ല. അതെ, നിങ്ങൾ വേറെ എക്സ്ട്രാ ഫീസ് കൊടുത്ത് വേറെ സ്ഥലത്ത് പോയി കുറച്ച് 2-3 മാസം പഠിക്കുന്നതിലും എത്രയോ ബെറ്റർ ആണ് അതേ കോളേജ് ആ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കുക എന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു ടെക്നിക്ക് അല്ലെങ്കിൽ ഹാക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് സെൽസ് ഉള്ള കോളേജാണോ നോക്കുക. അപ്പോൾ എന്താണ് സ്റ്റാർട്ടപ്പ് സെൽസ്? സ്റ്റാർട്ടപ്പ് സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്. അത് സ്റ്റാർട്ടപ്പ് എന്താ, നമ്മളൊരു ചെറിയൊരു ഐഡിയയിൽ നിന്ന് ഒരു കമ്പനി തുടങ്ങുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ ഇൻക്യുബേറ്റർ സെൽസ് ഒക്കെ നമ്മുടെ കോളേജുകളിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ വരുന്നത് ചിലപ്പോൾ കോളേജുകൾ തന്നെ ഒരു ഗ്രാൻഡ് നമുക്ക് തരും, അല്ലെങ്കിൽ നമുക്ക് തന്നെ വേറെ കുറച്ച് സ്പോൺസേഴ്സിനൊക്കെ കിട്ടുന്ന പോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി, അങ്ങനെ തരുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ, അതായത് സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അതായത് അങ്ങനെ ഒരുപാട് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്ന കുറേ സ്റ്റാർട്ടപ്പ് ഐഡിയകളാണ് ഇപ്പോൾ ഉള്ള കുറേ കമ്പനീസ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു കമ്പനി തുടങ്ങാൻ, നമുക്ക് ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ പരിചയം ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കമ്പനി തുടങ്ങാം, അത് വലുതാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി തരുന്ന കോളേജ് ആണോ എന്നും കൂടെ അന്വേഷിക്കുക. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആയിട്ടൊക്കെ കൊളാബറേഷൻ ഉള്ള കോളേജ് ആണോ നോക്കുക. അപ്പോൾ എന്താണ് ആ സംഭവം? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 2nd ഇയർ അല്ലെങ്കിൽ 3rd ഇയർ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെ വരുന്നതാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് കൊറിയയിൽ പോയി പഠിക്കാൻ പറ്റും, ഒരു സെം അവിടുത്തെ ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടും, അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കാം, അവിടുന്ന് കുട്ടികൾ ഇങ്ങോട്ട് വരും, അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കുന്ന കോളേജുകളുണ്ട്. സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് ഈ വർഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം അവിടെയാണ് പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ആ ഒരു കാര്യത്തിൽ പുറത്തൊക്കെ പോയി പഠിച്ചു വരുമ്പോഴത്തേക്കും. അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്ന കോളേജ് ആണോ എന്നും കൂടെ അന്വേഷിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അടുത്തൊരു ഹാക്ക് എന്ന് പറയുന്നത് ഹയർ സ്റ്റഡീസിന് പ്രിഫറൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രൊമോട്ട് ചെയ്യുന്ന കോളേജ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അതെങ്ങനെയായിരിക്കും ആ ഒരു, അതായത് ഇപ്പം നമ്മൾ ബിടെക് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ബിടെക് കഴിഞ്ഞിട്ട് പിന്നെ ഹയർ സ്റ്റഡീസ് നമ്മൾ ഒന്നെങ്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ എബ്രോഡ് പോയി ചെയ്യും. അപ്പം എബ്രോഡ് പോയി ചെയ്യുമ്പോൾ ചിലർ GMAT എഴുതുന്ന കുട്ടികളുണ്ട്. US പോകുമ്പോഴത്തേക്കും അതിനെ പഠിക്കാനായിട്ട് GMAT എഴുതുന്ന കുട്ടികളുണ്ട്. അതേപോലെ തന്നെ IELTS പഠിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതൊക്കെയാണ്. അപ്പം GMAT, IELTS, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെയാണ് ബിടെക് കഴിഞ്ഞിട്ട് MTech ചെയ്യാനാണെങ്കിൽ നമ്മൾ ഗേറ്റ് എഴുതാം. ഗേറ്റ് എന്ന് പറയുന്നത് ശരിക്കും MTech എൻട്രൻസ് അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ഗവൺമെൻറ് ജോലികൾക്കും വേണ്ടിയിട്ട് ഗേറ്റ് സ്കോർ നിർബന്ധമാണ്. അപ്പം ആ ഒരു കാര്യത്തിന് ഗേറ്റിന് പ്രിപ്പറേഷൻ കൊടുക്കുന്ന കോളേജാണോ, അങ്ങനെയുള്ള ഈ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പറേഷൻസ് തരുന്ന കോളേജുകളാണോ എന്നും കൂടെ നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ തരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ 4 വർഷം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈം ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ കുഴപ്പമില്ല. അല്ലാതെ പിന്നെ നമ്മൾ ഒരുപാട് പേര് ബിടെക് കഴിഞ്ഞിട്ട് ഗേറ്റിന് വേണ്ടി അല്ലെങ്കിൽ GMAT, GREക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നടക്കുവാണെങ്കിൽ നമ്മളുടെ ടൈം ലാഭിക്കാം, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. അതെ, സോ ഇതൊക്കെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ ഇനി. ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് ഒരു ബിടെക് കോളേജ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഈ റിസർച്ചൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തി ഇതിലെല്ലാം നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കിട്ടുന്ന, അല്ലെ ചെക്ക് മാർക്ക് ചെയ്ത് കിട്ടുന്ന കോളേജാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാം കിട്ടുമെന്ന് നമ്മളും പറയുന്നില്ല, ബട്ട് എന്നാലും അതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഓക്കെ ഒരു 10 ക്രൈറ്റീരിയ എടുത്തതിൽ 8 സാറ്റിസ്ഫൈ ചെയ്യുന്ന കോളേജ് ഉണ്ടോ അല്ലെങ്കിൽ 6 സാറ്റിസ്ഫൈ ചെയ്യുന്ന കോളേജ് ഉണ്ടോ. അപ്പോൾ അത് നോക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 or 3 സാറ്റിസ്ഫൈ ചെയ്യുന്ന കോളേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് അവിടെ പോകുന്നത്. പലപ്പോഴും പല കുട്ടികളും പറയുന്നത് ഞാൻ കാര്യം കേട്ടിട്ടുണ്ട്, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയൊന്നും അല്ല ഈ കോളേജ്, ഇവിടെ ഇവരെന്നോട് പറഞ്ഞ പോലെയൊന്നും അല്ല ഇതിനകത്ത് നടക്കുന്നത്, ഇവിടെ വേറെ എന്ത് സാധനം പെട്ടുപോയി ഇതിനകത്ത്. ഇപ്പോൾ ഓൾറെഡി 1 year പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഞാൻ വേറെ കോളേജിൽ എങ്ങനെ പോകാൻ പറ്റുമല്ലോ, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെ പലപ്പോഴും നിരക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അതുണ്ടാവുന്നതിന് മുന്നേ അതിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മുടെ സൈഡിൽ നിന്ന് എപ്പോഴും മേക്ക് ഷുവർ ചെയ്തിട്ട് നമ്മൾ പോവുക.
വേറൊരാളെ അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ഐ മീൻ പ്രത്യേകിച്ച് കോളേജിൻ്റെ അഡ്മിഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് അവരുടെ ടാർഗറ്റ് എത്താവുന്നതുകൊണ്ട് അവർ ഏത് വിധേനയും നിങ്ങൾക്ക് അതുണ്ട് ആനയാണ് ചേനയാണ് മാങ്ങയാണെന്നൊക്കെ അവർ പറയും. അപ്പോൾ അത് ശരിക്കും ആനയാണോ ചേനയാണോ മാങ്ങയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മാത്രം പോയിട്ട് കേട്ടാൽ വിശ്വസിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ഞങ്ങൾ വരുന്നതാണ്. അതിലേക്കും ബൈ ബൈ.